ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡോസ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ കാന്തല്ലൂർ റിസോർട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ വട്ടവട റിസോർട്ടിലോട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എല്ലാവരും പോയി വാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനും അഞ്ചും കൂടി ഇവിടെ തകർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ബ്ലഷ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. ബ്ലഷ് ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തിരി കൂടി പോയിന്നറിയാം, പക്ഷെ എന്നാലും ഞാനത് അവസാനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കാന്തല്ലൂർ റിസോർട്ടിനോട് ഗുഡ് ബൈ പറയാണ്. ഇനി നമുക്ക് വട്ടവടല് റിസോർട്ട് വെച്ച് കാണാം. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ലക്കം വാട്ടർഫോളിലേക്കാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 2 തവണ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റില്ല, ടൈം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നീയാണ് കേട്ടോ. നീ അവിടെ ഇരുന്ന് കൂടിയായിരുന്നു. ഇതൊരു എന്താ പറയുക, ഒരു അടിപൊളി പ്ലേസ് ആണ്. നിങ്ങളിവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതിൻ്റെ ചിയറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ പറയും എത്ര അടിപൊളിയായിരിക്കും ഈ ഒരു പ്ലേസ് എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ഫോട്ടോഗ്രാഫറിനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. പുള്ളിയുടെ കയ്യിൽ നൈസായിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടോ. ഇതാണ് ആ ഫോട്ടോസ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് കുണ്ടറ ഡാമിലേക്കാണ്. അവിടെ അത്യാവശ്യം നമുക്ക് ഡാം കാണാം, പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ഥലത്തൂടെ നടക്കുമ്പോൾ ഓരോരുത്തരും നമ്മളെ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ ഞാൻ 2-3 ഫോട്ടോസ് എടുപ്പിച്ചു കേട്ടോ. നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. പക്ഷെ റിസോർട്ടിലേക്ക് നമ്മൾ പോകുന്ന വഴി നമുക്കൊരു അടിപൊളി പണി കിട്ടി. ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ബ്ലോക്ക്, ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ സൂപ്പർ ആയതുകൊണ്ട് പുള്ളി എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഒടിച്ച് വളച്ച് തിരിച്ചൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ റിസോർട്ടിൽ പോകുന്ന വഴി നേരെ പോയത് വട്ടവട ഹിൽ വ്യൂലാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു അടിപൊളി വ്യൂ എല്ലാം കാണാതെ. നീ അവിടെ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പേടിയായതുകൊണ്ട് അവളുടെ മാമനെയും വിളിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കുതിരപ്പുറത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ കുതിരയുടെ സ്പീഡൊന്നും എനിക്കില്ലല്ലോ. ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ക്യാമ്പ് ഫയറിലേക്ക് പോകണം ഗൈസ്. ക്യാമ്പ് ഫയർ നമ്മൾ ഡ്രീം വാലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നമ്മുടെ അടിപൊളി ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ക്യാമ്പ് ഫയർ അത് പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ഓരോ സോങ് സെലക്ഷൻ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ നീയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോ അടിപൊളി ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് നിൽക്കാണ് ഗൈസ്. ഇതാണ് രാത്രി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മോർണിംഗിൽ തന്നെ നമ്മൾ പൂള് കാണാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. പൂള് ഇവിടെ നോക്കിയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് ഗൈസ്. എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ തണുപ്പ് കാരണം ചാടണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ നല്ല സ്റ്റേ ചെയ്തത്. ഇനി നമ്മൾക്ക് ഇത് നമ്മളുടെ റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ്. ഇനി അവിടെ ഒച്ച വെക്കാൻ തുടങ്ങി. പാർക്കിൽ പോകണം എന്ന് പറഞ്ഞു. നമുക്ക് പാർക്കിലേക്ക് പോകാം. ഒരു മിനി പാർക്ക് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളുടെ പിള്ളേരൊക്കെ എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗാർഡൻ സെക്ഷനും ഉണ്ട്. കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നടന്ന് കാണാൻ അത്ര ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ക്യാമ്പ് ഫയർ നടന്ന സ്ഥലം ഇതാണ്.
റിസോർട്ടിൽ കുറേ അധികം നടന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ റിസോർട്ട്. നമ്മളുടെ നിയാമക്ക് ചെറുതായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനായിട്ട് എന്തായാലും പൂളിലിറക്കില്ല നമുക്കറിയാം. അതുകൊണ്ട് അവൾ അപ്പാപ്പനെയും വിളിച്ചുകൊണ്ട് പൂളിലിറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും അഞ്ചും നീയും ഞങ്ങൾ എല്ലാവരും ഒരു അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് നമ്മളുടെ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ചിലന്തിയാർ വാട്ടർഫോളിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നിങ്ങളുടെ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ടോ? ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ജീപ്പിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. അവിടെ ആയിരിക്കും നമ്മളുടെ ചിലന്തിയാർ വാട്ടർഫോൾ കേട്ടോ. എല്ലാവരും ചിലന്തിയാർ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് മലയെല്ലാം ചാടിയോടി കയറുകയാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും കൂടെ. ചിലന്തിയാർ വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കാട് വഴിയാണ് കേട്ടോ ഇതിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് കാണാം കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പ് കൂടിയാണ്. അതെ, ചെളി കൊണ്ട് നടന്നിരിക്കുന്നത്. അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അഡ്വഞ്ചർ കൂടിപ്പോയതുകൊണ്ടാണ്. അതെ, എന്റെ അമ്മ മാത്രം നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ അഡ്വഞ്ചർ ഇഷ്ടമാണ്. നമ്മൾ ചിലന്തിയാർ വാട്ടർഫോൾ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലന്തിയാർ വാട്ടർഫോളിൽ നിന്ന് ഇറങ്ങുന്ന വഴി നമ്മളൊരു കേവും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അറിയാൻ പാടില്ലാത്ത ഏതൊരു വാട്ടർഫോളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം. ക്യാമറമാൻ ആ വാട്ടർഫോളിൽ ഡ്രൈവർ ചേട്ടൻ പേരറിയാൻ പാടാത്ത ഏതോ ഒരു വാട്ടർഫോളിൽ കൊണ്ടുപോയി. 2 വാട്ടർഫോളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ പേരറിയാൻ പാടില്ലാത്ത വാട്ടർഫോളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പാർട്ടിൻ്റെ മുമ്പത്തെ പാട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി നിങ്ങൾ കാണാം കേട്ടോ. എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.